വീട് വീട് വെള്ളത്തിലാൻ കാണിച്ചാ എന്റെ മോൻ അടിപൊളി. വെൽക്കം ബാക്ക് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തണ്ണീർമുക്കം ബണ്ടിലാണ്. എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു എന്താ പറയാ, നമ്മൾ മറ്റേ ആമ്പലൊക്കെ പൂക്കുന്ന സ്ഥലമില്ലേ, കഴിഞ്ഞ വർഷം ടിക്ടോക്ക് ഇട്ട് വൈറലാക്കിയ. അപ്പൊ ആ സ്ഥലം കാണാൻ വേണ്ടി പോവുക, ബാക്കി കാര്യങ്ങളൊക്കെ അഖില് പറയും. അതെ ഗൈസ്, അപ്പൊ നമ്മളൊരു ചെറിയ ട്രിപ്പ് മൂഡിലാണ്. അപ്പൊ രാവിലെ തന്നെ ഇറങ്ങിയൊക്കെയാണ്. വെളുപ്പിന് ഒരു 5 മണിയായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ നമ്മള് ബണ്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ബാക്കി കാഴ്ചകളൊക്കെ വഴിയെ കാണാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഗീവ് അവേ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഗീവ് അവേയുടെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ആരാണ് IPL കിരീടം നേടുക, ആരാണ് ടോപ്പ് ബാറ്റ്സ്മാൻ, ആരാണ് ടോപ്പ് ബോളർ. അപ്പോൾ ധൈര്യമായിട്ട് നമ്മൾ കമൻറ്റിൽ ആൻസർ ചെയ്തോളൂ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ മാത്രമേ വിജയനെ അറിയാൻ പറ്റൂ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ അബീത്തിനെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അബീത്തിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മലരിക്കലേക്ക് പോകാൻ പോവാണ്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അബീത്തിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പിന്നെ അതുപോലെ അബീത്ത്, ഷിബിൻ. അപ്പോൾ നമ്മൾ നേരെ മലരിക്കലേക്ക് പോകാം അല്ലേ? മലരിക്കൽ പോകണം. ഈ സമയത്ത് വാഗമണിൽ പോയി കൊടുക്കുക. എൻ്റെ അഭിപ്രായത്തിൽ അതായിരിക്കും നല്ലത്. മലരിക്കലേക്ക് പോകാം. സമയമൊന്നും ആയിട്ടില്ലല്ലോ, ഇത്രയല്ലേ ഉള്ളൂ. വെളുപ്പിനെ ഓ വീണ്ടും ട്രിപ്പ് മാറ്റിയാണോ ഗൈസ്? എങ്ങോട്ട് പോകാനാ? വാഗമൺ. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാം? 2 മണിക്കൂർ. നമുക്ക് 2 മണിക്കൂർ കൊണ്ട് പോയിട്ട് 2 മണിക്കൂർ മതി. ഇവന്മാര് ശരിയാണല്ലേ ഗൈസ്, ഇവന്മാര് പറയണ വാഗമണ് പോവാന്നാ പറയണത്. എടാ എന്നാലും മലരിക്ക് പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയ ഇവന്മാര് പറയണ വാഗമണ് പോവാന്ന്. ഇപ്പൊ പോയി കഴിഞ്ഞാൽ ശരിയാവാണേ, ഒരു എത്തും പിടിയും കിട്ടാനുള്ള. അപ്പൊ എന്തായാലും പോണ. നമ്മള് വാഗമണ് പോകുന്നതിന് മുമ്പ് നമ്മള് ഒരു വാട്ടർഫോൾസ് പോകുന്ന വഴി ഒരു വാട്ടർഫോൾസ് ഉണ്ട്, മർമല വാട്ടർഫോൾസ്. 5 കിലോമീറ്റർ അല്ലേ ഇവിടുന്ന്. അപ്പൊ എന്തായാലും നമ്മുടെ അഭിജിത്ത് പറയാം, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അല്ലേ? പിന്നെ വരുമ്പോ എല്ലാം നമുക്ക് കണ്ടുപോയി. അതെ, എല്ലാം കണ്ടുപോവാ. നേരെ ആ കാണുന്ന ദൂരത്തൊരു വഴി ഉണ്ടോ, ആ വഴിയെ വേണം പോകാനായിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും പോവാം അല്ലേ? ഫുള്ള് ഓഫ് റോഡ് എന്ന് വേണം പറയാം. ഉള്ളിലോട്ട് നമ്മളിവിടെ വാഗമണ് വരികയാണെങ്കിൽ ഇത് മിസ് ചെയ്യരുത് ഈ വാട്ടർഫോൾസ്. നമ്മള് ഇപ്പൊ തിരക്കിയപ്പോഴൊക്കെ പറഞ്ഞ അടിപൊളിയാണ്. നമുക്ക് അത്യാവശ്യം എന്താ പറയാ, നല്ല നാച്ചുറും ബ്യൂട്ടിയൊക്കെ ഉള്ള അടിപൊളി സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അതിൻ്റെ ഒരു ഭാഗമാണല്ലേ? അപ്പൊ നമ്മള് എന്താ പറയാ, കുറെ അങ്ങോട്ട് ഓടി 5 കിലോമീറ്റർ കുറെ നേരം കാണിച്ച്. അപ്പൊ ഞങ്ങൾ ഇതിന്റെ അടുത്ത് വന്നപ്പോഴേക്കും വീണ്ടും 5 കിലോമീറ്റർ വീണ്ടും കാണിച്ച്. അപ്പൊ നോക്കിയപ്പോഴേക്കും ഞങ്ങള് വെള്ളച്ചാട്ടം കണ്ട് ഗൈസ്. ഇതാണെന്ന് തോന്നുന്നു അല്ലെ? ഇതല്ലേ വെള്ളച്ചാട്ടം? ഇതാണ് വെള്ളച്ചാട്ടം. ഇതാണ് മർമല വെള്ളച്ചാട്ടം എന്നാണ് വെള്ളച്ചാട്ടം. പക്ഷെ ഞങ്ങൾ ഇതല്ല പ്രതീക്ഷിച്ച. നമ്മള് വെള്ളച്ചാട്ടം എന്നൊക്കെ പറയുമ്പോ അല്ലേ ഒരു അന്യായ ഫീൽ അല്ലേ? അപ്പൊ കുറച്ചും കൂടെ ഒരു വലിയ അല്ലേ, ഒരു സെറ്റപ്പ് അല്ലേ ഉദ്ദേശിച്ചത്? അതെ, ഇതേതൊരു ലോക്കൽ വെള്ളച്ചാട്ടം പോലെ ഫീൽ ചെയ്യണത്. അടിപൊളി ഫീലാണ്. ഒരു എന്താ പറയാ, പാറക്കെട്ടുകളും അതിന്റെ മോളിൽ കൂടെയാണ് നേരെ നടന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്. നല്ല തണുപ്പാണ്, അത് വേറെ ഒരു ഫീലാണ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ആ പൊളി ഗൈസ്. ഇതാണ് വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് ഒരു വെള്ളച്ചാട്ടമായിട്ട് തോന്നുന്നുണ്ടോ? ചാടണ്ടില്ലേ ഇത് വെള്ളച്ചാട്ടം? അത് ശരി ഗൈസ്. അപ്പൊ നമ്മള് ഇതിന്റെ മുകളിലേക്ക് വഴിയുണ്ട്. ഇതിന്റെ മുകളിലോട്ടൊന്ന് പോയി നോക്കിയാലോ? വാ, ഇതിന്റെ മുകളിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട്. നമ്മൾ ഇതിന്റെ മുകളിലോട്ടൊന്ന് കയറി നോക്കാൻ പോകണം. ഇതിന്റെ മുകളിലൊരു വഴിയുണ്ട്, ഇതിന്റെ മുകളിലോട്ട് പോവാം. ആൾക്കാരൊക്കെ പോകുന്നുണ്ടാവും. നമുക്ക് ഇതിന്റെ മുകളിലോട്ട് കയറി നോക്കാം. വണ്ടി എടുക്ക്. അടിപൊളി പ്ലേസ് കേട്ടോ. വെറുതെ ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് കയറി പോകുന്നുണ്ട്. അടിപൊളി പ്ലേസ്, സൂപ്പർ എന്ന് പറയാനല്ലോ. നമ്മൾ അവിടുന്ന് നേരെ ഇപ്പൊ നമ്മൾ മുകളിലോട്ട് കയറുകയാണ്. ആ റോഡ് നേരെ മുകളിലോട്ട് കയറി വരികയാണ്.
പറയാനില്ല ഗൈസ്, അടിപൊളി. വെറുതെ അല്ലേ ആൾക്കാരെല്ലാവരും മുകളിലോട്ട് പോകുന്നത്. എടാ ഈ മുകളിൽ ഇനി വല്ല വെള്ളച്ചാട്ടം ഉണ്ടോ? വെള്ളച്ചാട്ടം എത്തിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെയല്ല, വലിയ വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ട് ഗൈസ്. നമ്മൾ പറഞ്ഞ പോലെയല്ല, നമ്മള് മുകളിലോട്ട് വന്നപ്പോഴേക്കും വേറൊരു ഫീലാണ്. കാര്യം ഇവിടെ വേറൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാല്. അതാണ് ബിഗ് വെള്ളച്ചാട്ടം, വലിയൊരു വെള്ളച്ചാട്ടം ഇതാണ്. അപ്പൊ നമ്മൾ വന്നപ്പോഴേക്കും ഒരു വണ്ടി ശ്രദ്ധിച്ചേട്ടാ, ഇവിടെ ഒരു 800 കിടപ്പുണ്ട്. പിന്നെ അലോവിയിൽ കണ്ട മക്കളെ കണ്ട, ഇത് മോഡിഫിക്കേഷൻ ചെയ്തിട്ടൊക്കെ കണ്ട അമ്മാതിരി വണ്ടി ഞാൻ കാണിച്ചു തരാം, ഒരു അടിപൊളി സാധനം. അപ്പൊ നമ്മള് നേരെ ഒരു മലയുടെ മുകളിലേക്ക് കയറാൻ പോവാണ്. കാര്യം നമ്മൾ കണ്ടതല്ല വെള്ളച്ചാട്ടം, അല്ല അഭിയത്തെ മാറിപ്പോയി. അതൊരു ചെറിയൊരു സാമ്പിള് മാത്രമായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ആ റോഡ് കണ്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വന്നതാണ്. അപ്പൊ അന്നേരമാണ് ഒറിജിനൽ വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഫീലാണ്. ഒരു എന്താ പറയാ, ഒരു മലയുടെ മുകളിലേക്ക് ഒരു പൂഴിയിട്ട ഒരു നിരപ്പല്ല, ഒരു ഓഫ് റോഡ് പറഞ്ഞ സെറ്റപ്പാ. അപ്പൊ അതിലേക്കാണ് നമ്മള് കൂടി വരും അല്ലേ. ഹീറ്റ് ഉണ്ട്, നല്ലോണം ചൂടുണ്ട്. അപ്പോ എന്താ പറയാ, നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുക. നല്ല രസമുണ്ട്, ചുറ്റിനും മലയും. മൊത്തം ഒരു മലയുടെ ഒക്കെ ഒരു നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. അതിന്റെ മുകളിലായിട്ട് കയറി അങ്ങ് പോവാണ്. വെള്ളച്ചാട്ടം അതെ, വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലോങ് ആണ്. ഞാൻ കാണിച്ചു തരാം. അത്രയ്ക്ക് അങ്ങോട്ട് നടക്കാനുണ്ട്. നമ്മുടെ ഷിബിനൊക്കെ പുറകെ വരികയാണ്. ആളാകെ തകർന്ന് തരിപ്പണായിട്ടിരിക്കുക. കാര്യം നേരത്തെ എടാ ഇപ്പൊ നിന്റെ തണുപ്പൊക്കെ മാറിയാ? ഇപ്പൊ ഇവിടെ നല്ല ചൂടുണ്ട്. കാര്യം ഡയറക്റ്റ് സൂര്യനെ ഉദിച്ചു വരുന്നേ ഉള്ളു. ഡയറക്റ്റ് നമ്മളെ സൂര്യന്റെ വെട്ടം നേരെ മേത്തോട്ട് അടിക്കണോണ്ടേ ഭയങ്കര ഒരു എന്താണ്, ഒത്തിരി നടക്കാനുണ്ടല്ലേ. അയ്യോ, ഒരു കാടിന്റെ ഉള്ളിലോട്ടൊക്കെ പോവാണ് ഗൈസ്. ഒരു വല്ലാത്തൊരു ഫീലാ. അടിപൊളി, ഒന്നും പറയാനില്ല, സൂപ്പർ. ഒരു അടിപൊളി, ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ പോണ ഒരു ഫീലാണ് അതാ. അടിപൊളി. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ വന്ന് ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. സൂപ്പർ. ഞങ്ങളിപ്പോ ഏകദേശം ഒരു 1 കിലോമീറ്ററിന് മുകളിലായിപ്പോ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട്. അതൊരു കാടിന്റെ അകത്തുകൂടെയാണ്. എന്താ പറയാ, ഒരു ചെറിയൊരു വഴിയേ ഉള്ളൂ. ആ വഴി കൂടെ വേണം നമ്മൾ, പാറക്കെട്ടൊക്കെയാണ്. നമ്മളന്ന് നന്ദി ഹിൽസിൽ പോയൊരു ഫീൽ അല്ലേ? അതെ, സത്യം. പക്ഷെ അവിടെ ഇത്ര നല്ല മഞ്ഞില്ല. അതെ, ബാംഗ്ലൂര് നന്ദി ഹിൽസിൽ പോയൊരു ഫീലാണ് ഇപ്പൊ. പക്ഷെ അവിടെ നല്ല മഞ്ഞായിരുന്നു. ഇവിടെ മഞ്ഞല്ല, നല്ല മലയുടെ മുകളിലാണെങ്കിലും മഞ്ഞില്ല ഇവിടെ. ഇവിടെ നല്ല ചൂടാണ്. രാവിലത്തെ അങ്ങോട്ട് അടുക്കുന്തോറും ഒരു ചെറിയ തണുപ്പ് വരുന്നുണ്ട്. ചെറുതായിട്ട്. ഓ ഗൈസ്, വഴി തെറ്റിപ്പോയി ഗൈസ്. ഇതേത് വെള്ളം അടിക്കുന്ന സെറ്റപ്പാണെന്ന് തോന്നുന്നു. അതുപോലും കാണും തോന്നുന്നു നമ്മൾ എത്തിപ്പെട്ടത്. ഒരു കാടിന്റെ അകത്തുള്ള ഒരു എന്തായാലും കാണാൻ കൊള്ളാല്ലേ പണി പാടി ഗൈസ്. ഇവിടെ എത്തിയപ്പോഴേക്കും ആ പുഴ അല്ല എന്താ പറയാ, ആ മോളിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകി ഇങ്ങോട്ട് വരികയാണ്. പക്ഷെ അതെ, പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങോട്ടേക്ക് പോകണം. ഷിബിന് വഴി അറിയാമെന്ന് പറഞ്ഞ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോവാണ്. ഷിബിൻ വന്നിട്ടുണ്ട് എന്നുള്ള രീതി. ആദ്യമായിട്ടാണ് ചെറുക്കം വരുന്നത്. എന്നിട്ട് വഴി അറിയാന്ന് പറഞ്ഞ് പോവാണ് ഫ്രണ്ടിലെ. പോവാ. അടിപൊളി, വേറെ ഒരു ലെവലാണ് കേട്ടോ. വരണ്ട സ്ഥലം തന്നെയാണ്. കാടിന് നടുക്കൂടെയാണ്. വലിയ പാറക്കെട്ട് തടസ്സമായിട്ട് നിൽക്കണേ. അതൊക്കെ നമ്മള് ഏറെക്കുറെ അടിപൊളി പ്ലേസ്. ഇത് കണ്ടോ ഇതിന്റെ ഉള്ളിലായിട്ട് കിടക്കുന്നത്? കേറുവാ? ഞാൻ അപ്പുറം കാണിക്കണം. വീട് തല്ലി കൊടുക്കി എടുക്കാറുണ്ട്.
എവിടെ പോയാ? വയനാട് പോയി ഇത് തോന്നും കിട്ടിയല്ലോ. വയനാട് നമുക്ക് ഡിയോയിൽ പോയാൽ കടലില്ല. ഗൈസ്, അപ്പൊ നമ്മൾ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ യഥാർത്ഥ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് വന്നത്. വെള്ളത്തിലാൻ കാണിച്ചു തരാം. എന്റെ മോൻ അടിപൊളി. ഇത് കണ്ട ഒരു രക്ഷയില്ല ചാ. അടിപൊളി സൂപ്പർ സ്ഥലം. നിങ്ങള് വന്നം. ഞങ്ങളിപ്പോ വാഗമണ്ണ ആദ്യം പോകാന്നും ആദ്യമായിട്ടാണ് ഗൈസ് ഇവിടെ വരുന്നത്. അല്ല ശീന, വാഗമണ്ണ ആദ്യം പോകാന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നേരെ ഒരു ബോർഡ് കണ്ട് നേരെ അങ്ങോട്ട് തിരികെയായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോ ഒരു ദിവസത്തിന് പാതി തന്നെ ഇവിടെ വെച്ചായല്ലേ അല്ലെ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേക്കും ഞങ്ങളെ കുറെ ആൾക്കാരെ ഞങ്ങൾ പരിചയപ്പെട്ടു. ആ കൂട്ടത്തില് മലപ്പുറത്തുള്ള 2 ടീംസിനെ നമ്മളെ ചങ്ക് ഫ്രണ്ട്സിനെ ഞങ്ങളെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഞാൻ കാണിച്ചു തരാം. പേരെന്താണ്? അജ്മൽ, നിഷാദ്. അജ്മൽ, നിഷാദ് മലപ്പുറത്ത് നിന്ന് വന്നേക്കണേണ്. എത്ര ദിവസം ഇറങ്ങിയിട്ട്? ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് പോവുള്ളൂ. അവരിപ്പോ വാഗമണ്ണൊക്കെ പോയിട്ട് വരികയാണല്ലേ. ഓക്കെ, ഇപ്പൊ നേരെ ഈ വെള്ളം കണ്ടേ, വെള്ളത്തിലേക്ക് എടുത്തിട്ട് ആടെ എന്ത് കോത്തിയാണെന്ന് അറിയാം ഗൈസ്. അല്ലേ, സൂപ്പറല്ലേ? അതെ അതെ ഗൈസ്. അപ്പൊ നമ്മളെന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമ്മളിനി വാഗമണ്ണ് വെച്ച് കാണാം ഈ അടുത്ത എപ്പിസോഡ്. അപ്പൊ നമുക്ക് കാണുമ്പോഴേക്കും ഗൈസ് ബൈ.